വിശ്വാസികളെയും വഹിച്ച് നൂഹ് നബിയുടെ കപ്പൽ ജൂദി പർവ്വതത്തിന് മുകളിൽ നങ്കൂരമിട്ടു. ആ കപ്പലിനെ നാം ലോകത്തിന് ദൃഷ്ടാന്തമാക്കിയിരിക്കുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചത് കാണാം. കാലങ്ങളേറെ കഴിഞ്ഞ് തുർക്കിയിലെ അരാരത്ത് പർവ്വതനിരകളിലെ ജൂദി പർവ്വതത്തിന് മുകളിൽ കണ്ടെത്തിയ നൂഹ് നബിയുടെ കപ്പൽ ഖുർആനിന്റെ അമാനുഷികതയ്ക്ക് മറ്റൊരു ദൃഷ്ടാന്തമത്രേ. റഡാർ പരിശോധന പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പാശ്ചാത്യ സയന്റിസ്റ്റുകൾ ഇത് പരിശോധിക്കുകയും കണ്ടെത്തിയത് നൂഹ് നബിയുടെ കപ്പൽ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. തിരുശേഷിപ്പുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം കണ്ടിട്ടില്ല. അവിടുന്ന് ഉപയോഗിച്ച ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അവിടുത്തെ തിരുശേഷിപ്പുകൾ കാണാൻ ആഗ്രഹിക്കാത്ത മുസ്ലിങ്ങൾ ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ അതിനെ എതിർക്കുന്നവർ മുസ്ലിങ്ങളാണ്. ഇതാ ഒരു കൂട്ടം തിരുശേഷിപ്പിലൂടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് وأشهد أن محمدا رسول الله. يداتها سلاء الله نبي محمد رسول الله. الحمد لله مجيا مجيء الله. سبحان الله ما تجي الله. الله أكبر الله ما بسات سكالات. لا إله إلا الله وأشهد أن محمدا رسول الله. يداتها. സത്യവിശ്വാസികൾക്കത്രേ അന്തിമ വിജയം. ആദം അലൈഹിസ്സലാമിന്റെ മകന്റെ രക്തം പുരണ്ട മലഞ്ചെരുവിനടുത്ത് ഡമസ്കസ് പട്ടണത്തെ കേന്ദ്രമാക്കി അള്ളാഹുവിന്റെ അടിമകൾ പടപൊരുതും. അവസാനം അവർക്കിടയിലേക്ക് ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരികയും ചെയ്യും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഡമസ്കസിലെ കിഴക്കേ വെളുത്ത മിനാരത്തിനടുത്ത് മറിയമിന്റെ മകൻ ഈസാ വന്നിറങ്ങും. 2 മലക്കുകളുടെ ചിറകിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹം തലയിളക്കുമ്പോൾ മഞ്ഞുതുള്ളികൾ അതിൽ നിന്ന് മുതിർന്നു വീഴും. ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങുന്ന ഡമസ്കസ് ജുമാ മസ്ജിദിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന മക്ബറകളാണിത്. وأشهد أن محمدا رسول الله. يداتها سلاء الله نبي محمد رسول الله. الحمد لله مجيا مجيء الله. سبحان الله ما تجي الله. الله أكبر الله ما